ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്ത കേസെന്ന് പറയാനായിട്ട് ഒരു പാൻഫേഷ്യൽ ട്രോമയാണ്. അത് ഒരു ഗൾഫിൽ നിന്നൊരു പയ്യൻ വന്നിട്ട് എൻഗേജ്മെൻ്റാണ്, പുള്ളിയുടെ കല്യാണത്തിൻ്റെ എൻഗേജ്മെൻ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി എൻഗേജ്മെൻറ്റിന് തിരിച്ചു പോണ വഴിക്ക് പുള്ളിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ ആക്സിഡൻറ്റിൽ പുള്ളിയുടെ ഫേസിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ്ലി ഫ്രാക്ചേർഡും ഡിസ്ട്രോയിഡ് തന്നെ ഓൾമോസ്റ്റ് പറയാവുന്ന രീതിയിൽ. എന്ന് വെച്ചാൽ താടിയെല്ല് ഒരു 3-4 പീസായി, കണ്ണിൻ്റെ അടിയിലത്തെ എല്ല് പൊട്ടി, അതേപോലെ തന്നെ ബ്രെയിനിൽ ബ്ലീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ന്യൂറോ സർജറി ആയിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള കേസാണ്. പാൻഫേഷ്യൽ ട്രോമകളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബേസ് ഉണ്ടാവില്ല, എല്ലാ ബോണും പൊട്ടിയിരിക്കുക. നമ്മൾ ഓരോന്നായിട്ട് ആദ്യം ഒക്ലൂഷൻ കൊണ്ട് ഉള്ള പല്ലുകളെ നമ്മളൊരു ഊഹത്തിനൊരു കടി ഒപ്പിച്ചെടുക്കും. എന്നിട്ട് ആ ഒരു കടി സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോരോ ബോണിനെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് സർജറി തന്നെ എനിക്ക് 7, 8, 9 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം റീഹാബിലിറ്റേഷൻ വാസ് ലോങ്, ഓൾമോസ്റ്റ് 3-4 മന്ത്സ് എടുത്തു. പേഷ്യൻറ്റിനെ കംപ്ലീറ്റ് റീഹാബിലിറ്റേഷനും കാര്യങ്ങളെല്ലാം വന്നു. ഇതിൻ്റെ എൻഡ് ഓഫ് ദി ഡേ ഇതെല്ലാം സന്തോഷവും ഓർക്കാനുള്ള കാര്യം, ഈ കൊച്ച് ബ്രൈഡ് വാസ് ഫുൾ ടൈം വിത്ത് ഹിം. ഇവൻ്റെ ഓരോ റിക്കവറി സ്റ്റേജിലും ഷീ വാസ് വിത്ത് ഹിം. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് തിങ് അവസാനമായപ്പോൾ.